ഹായ്, ഇന്ന് നല്ല ദിവസം തന്നെ. ആകാശത്ത് സൂര്യൻ, കയ്യിൽ ജ്യൂസ്, പിന്നെ മുഖത്തൊരു കൂളിംഗ് ഗ്ലാസും. പക്ഷെ എന്റെ മുഖത്ത് കൂളിംഗ് ഗ്ലാസ് ഒന്നും ഇല്ലല്ലോ. ആ തലയുടെ കഴുത നിന്റെ തലയിലിരിക്കുന്നത്. കൂട്ടുകാരെ, തല്ലുകൂടാതെ ഈ ദിവസം നന്നായിട്ട് ആഘോഷിക്കാൻ നോക്ക്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ വിശ്രമിക്കാൻ ഒരു അവസരം കിട്ടിയത്. നല്ല രസമുണ്ട്. ഈ സ്വിമ്മിംഗ് പൂൾ കിട്ടിയത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ ചൂടെടുത്ത് എന്റെ പണി തീർന്നേന്നെ. സണ്ണി, നീ ചൂടാവാൻ അടയിരിക്കുന്ന മുട്ടയൊന്നും അല്ലല്ലോ. അടേ മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ തന്നെ ഇടിച്ചേ കോഴിയെ പോലെ ആക്കും. എടാ സണ്ണി, നിന്റെ വീട്ടിലുള്ള സ്വിമ്മിംഗ് പൂൾ ഒന്നും അല്ല, ഇവിടെ വന്നേ ഇങ്ങനെ നീന്തി കുളിക്കാൻ. എടാ കഴുതേ, സ്വിമ്മിംഗ് പൂൾ എവിടെയായിരുന്നാലും സ്വിമ്മിംഗ് പൂൾ തന്നെയാ. അത് നിന്റെ വീട്ടിലായിരുന്നാലും ശരി, എന്റെ വീട്ടിലായിരുന്നാലും ശരി, മനസ്സിലായോ? എടാ സണ്ണി, ഇതൊട്ടും ശരിയാവില്ല. കഴുത ഞാനാണ്, നീ വെറുതെ ബണ്ണിയെ കഴുതെന്ന് വിളിച്ച് കളിയാക്കണ്ട. നിങ്ങൾ എല്ലാരും കഴുതകൾ തന്നെയാ. എന്താ പോട്ടെ, ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇവന്റെ നാക്കിന് ഇന്ന് ഇത്ര നീളം കൂടുതലാ. ഇവന്റെ വാ അടപ്പിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? നീ പറഞ്ഞ സത്യമാണ് പോപ്പട്ടെ. അറ്റാക്ക്! ഇന്നാ പിടിച്ചോ. ഇനി മേലിൽ നീ ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഒരിക്കലും ചാടില്ല. സംശയട്ടോ? ഇല്ല ഇല്ല, ഒരു സംശയവും ഇല്ല. എന്താ ഇത്? എന്താ ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ എന്തായി കാണിച്ചത്? വീടാകെ വെള്ളക്കെട്ടിലായല്ലോ. മാഡം, ഈ സണ്ണി നമ്മുടെ പൂളിൽ അതിക്രമിച്ചൊന്ന് കുളിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഓടിക്കാൻ നോക്കിയേ. മണി, വേണ്ട, നിങ്ങൾ ആദ്യം തല്ലു പിടിക്കാതിരിക്കെ. പുറത്ത് ഭയങ്കര ചൂടല്ലേ. നിങ്ങളുടെ കൂടെ സണ്ണി പൂളിൽ ഇറങ്ങിക്കോട്ടെ. പക്ഷേ മാഡം, ഹണി, ഒരു പക്ഷേയുമില്ല. ദേ നോക്ക്, ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ഞാൻ തിരിച്ചു വരുന്നതിന് മുൻപ് എനിക്ക് വീട് മുഴുവൻ വൃത്തിയാക്കി കിട്ടണം. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ഇതിനെല്ലാത്തിനും കാരണം ഈ സണ്ണിയുടെ കയ്യിലിരിപ്പ് മാത്രമാണ്. നമ്മൾ മേഡത്തിനോട് സത്യം ചെയ്തു പോയി. ഇല്ലെങ്കിൽ സണ്ണൻ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുമായിരുന്നു. അയ്യോ, എന്നെ രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ, ഓടി വരണേ. അയ്യോ അയ്യോ അയ്യോ, ഓടി വരണേ. അയ്യോ, ഓടി വരണേ, എന്നെ രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ കൂട്ടുകാരെ, വലിയച്ഛൻ അപകടത്തിലാണെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷിക്കണം. നീ പറഞ്ഞത് ശരിയാണ് ബണ്ണി. പക്ഷെ ഇത്രയും വലിയ ഉറുമ്പിനെ നമ്മൾ എങ്ങനെയാണ് നിർത്താൻ കഴിയുക? ഐഡിയ! കൂട്ടുകാരെ, ചെയിൻ ഉണ്ടാക്കൂ. അയ്യോ, എന്നെ രക്ഷിക്കണേ, ഓടിവായോ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. അയ്യോ, സോർദാർ, ഇത് ഉറുമ്പാണോ അതോ ആനയാണോ? എടാ ഹണി, ഇത് ആനയാണെങ്കിൽ അത് തുമ്പിക്കൈ കാണുമല്ലോ. പക്ഷെ ഇതിനെ കണ്ടിട്ട് എങ്ങനെ ഉറുമ്പാണെന്ന് പറയാ? അത് ചെറുതല്ലോ. എടാ മരക്കഴുതേ, ഇത് ആനയാണോ ഉറുമ്പാണോ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. നമ്മൾക്കറിയേണ്ടത് ഈ ഉറുമ്പ് എങ്ങനെയാ ഇത്ര വലുതായതെന്നാ. ഈ ഉറുമ്പ് ഇത്രയും വലുതാവാനുള്ള കാരണം എന്റെ ഈ ഫോർമുല XXL ആണ് കുട്ടികളെ. അതെ, സൈസ് XXL ഫോർമുല ഉപയോഗിച്ച് ഏത് വസ്തുവിനെ വേണമെങ്കിലും എനിക്ക് ഇങ്ങനെ വലുതാക്കാൻ സാധിക്കും. കണ്ടോളൂ. ഈ ഫോർമുല ഏതായാലും കണ്ടുപിടിച്ചത് നന്നായി. വല്യച്ഛാ, വല്യച്ഛാ. വലിയച്ഛ, ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഈ വലുതായ സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇനി ചെറുതാക്കുക? അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അതിനുവേണ്ടി എന്റെ കയ്യിൽ വേറൊരു ഫോർമുല കൂടെയുണ്ട്. ഫോർമുല ഒറിജിനൽ. അതെ, ഇത് ഉപയോഗിച്ച് എനിക്ക് സാധനങ്ങളുടെ സൈസ് വീണ്ടും പഴയതുപോലെ ആക്കാൻ പറ്റും. ഇതാ കണ്ടോളൂ.
ഈ ഫോർമുല എക്സൽ എന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. വലിയച്ച, അങ്ങയുടെ ഫോർമുല ഡബിൾ എക്സൽ ഉണ്ടല്ലോ, അത് അല്പസമയം എന്റെ കയ്യിലേക്ക് ഒന്ന് തരാമോ? ആ സണ്ണി, അതിനെന്താ കുഴപ്പം? ഇതാ പിടിച്ചോളൂ. ഉം, ഉം. അയ്യോ, പിടിക്കവനെ. ആ സണ്ണി എന്റെ ഫോർമുലയും കൊണ്ടോടുന്നേ. ഇനി ഈ ഫോർമുല ഡബിൾ എക്സൽ എന്റെ കയ്യിലാണ്. ഇത് വെച്ച് എന്റെ ഈ കൈകളെ ഞാൻ വളരെ വലുതാക്കും. പിന്നെ ആർക്ക് എന്നെ ജയിക്കാൻ കഴിയില്ല. വലിയച്ഛൻ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ അതുമായി തിരിച്ചെത്താം. ഫോർമുല എനിക്ക് തന്നേക്ക് സണ്ണി. തരണോ? ഇന്നാ പിടിച്ചോ. അടിച്ചു, പൊളിച്ചു, തിമിർത്തു. വേട്ടാ. എന്റെ അമ്മോ, ഈ സണ്ണിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണല്ലോ. എന്റെ അമ്മച്ചി, ഇനി നീ എങ്ങോട്ട് ഓടും ഹണി? സണ്ണി, ഇപ്പൊ നീയാ കഴുത. നിനക്ക് കണ്ണുകൊണ്ടൂടെ? എനിക്ക് നീ എങ്ങോട്ടാ ഓടാൻ പറ്റുക? ഇതെങ്ങനെ സംഭവിച്ചു? നിന്റെ കൈയും എന്റെ കൈ പോലെ വലിയ കൈകളായി മാറിയല്ലോ. ഇനി നിന്റെ കാര്യം പോക്കാ സണ്ണി. അയ്യോ, എനിക്ക് മര്യാദക്ക് പറക്കാൻ പോലും പറ്റുന്നില്ല. സംശയമുണ്ടോ? എനിക്ക് വലിയ വാല് വെച്ചുകൊണ്ട് അനങ്ങാൻ പോലും കഴിയുന്നില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, സണ്ണി ഇതെവിടെ പോയി? ഇത് നോക്കിയൊരു മാജിക്. എന്റെ കൈ ഗൊറില്ലയുടെ കൈ പോലെയായി. എടാ, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? എന്തിനാന്ന് പറയാ. നിന്റെ കൈ 200 കിലോ ആയില്ലെങ്കിലും നിന്റെ തലയുണ്ടല്ലോ, അത് 1000 കിലോയ്ക്ക് മേളിലായി. ഇല്ല, ഇതെന്താ സംഭവിച്ചത്? എന്റെ ഈ മുഖം വെച്ചോണ്ട് ഞാൻ ഇനി എങ്ങനെയാണ് പാർട്ടിയിലേക്കൊക്കെ പോവുക? ടെൻഷൻ അടിക്കണ്ട സണ്ണി. ഇനി പാർട്ടി ചെല്ലുമ്പോ ആൾക്കാർ നിന്റെ മുഖത്തോട്ട് മാത്രമേ നോക്കുള്ളൂ. സംശയമുണ്ടോ? എന്നോട് ക്ഷമിക്ക്, തെറ്റ് പറ്റിപ്പോയി. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും ഒരേ അബദ്ധമാണ് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചേ മതിയാകൂ. സോർദാരെ, എനിക്ക് അക്കടി പറ്റിയിട്ടൊന്നുമില്ല. അടുത്തുള്ള കടയിൽ നിന്ന് 2 പാക്കറ്റ് ബണ്ണ് മാത്രമേ ഞാൻ പറ്റിയിട്ടുള്ളൂ. ഹണി, നീ ആ വായടച്ചത് മിണ്ടാതിരിക്കാവോ? ഇനി നമുക്ക് പഴയതുപോലെ ആകാൻ ഒരു വഴിയേ ഉള്ളൂ. വലിയച്ഛന്റെ കയ്യിലുള്ള ഫോർമുല ഒറിജിനൽ ഉപയോഗിച്ചേ പറ്റൂ. അടിച്ചു, പൊളിച്ചു, തിമിർത്തു. നീ പറഞ്ഞത് വളരെ ശരിയാ. വരൂ, നമുക്ക് തിരിച്ചു പോകാം. വരൂ സണ്ണി, നീ ഞങ്ങളോടൊപ്പം വന്ന് നിന്റെ തലയിൽ നേരെയാക്കാം. നിങ്ങൾ വന്നതെന്തായാലും നന്നായി. അയ്യോ, അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എന്ത് പറ്റി? അതൊരു വലിയ കഥയാ വലിയച്ഛ. വലിയച്ഛൻ ആദ്യം വലിയച്ഛന്റെ കയ്യിലുള്ള ഒറിജിനൽ ഫോർമുല കൊണ്ട് ഞങ്ങളെ നേരെയാക്കിത്താ. അയ്യോ ബണ്ണി, എന്റെ കയ്യിൽ നിങ്ങളെ ആരെങ്കിലും ഒരാളെ പഴയതുപോലെ ആക്കാനുള്ള ഫോർമുലയെ ബാക്കിയുള്ളൂ. കാരണം ഈ ഫോർമുല ഒറിജിനൽ ഒരു പ്രത്യേക ഔഷധ ചെടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ആ ചെടി വളർന്നു വരാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഇനി എന്താ ചെയ്യുക? എന്റെ അടുത്ത് അങ്ങയുടെ ഫോർമുല വലുതാക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. ആഹാ, സത്യമാണോ? അതെന്താ? അങ്ങയുടെ ഫോർമുല എന്റെ കയ്യിലേക്ക് ഒന്ന് തന്നേ. ആ, ഇതാ പിടിച്ചോ. ഞാൻ മാത്രം ഇനി പഴയതുപോലെ മാറും. ഈ സണ്ണി ഒരിക്കലും നന്നാവില്ല. സംശയമുണ്ടോ? പിടിക്കവനെ.
സണ്ണി യാ. ആ കുപ്പി വേഗം പിടിക്ക്. ഈ കുപ്പി ഞാൻ തന്നെ എടുക്കും. സംശയമുണ്ടോ? കൂട്ടുകാരെ, കുപ്പി എന്റെ അടുത്തുണ്ട്. എന്നോടാണോ നിന്റെ കളി? ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. അടിച്ചു പൊളിച്ചു തിമിർത്തു. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും പഴയതുപോലെയായി. എന്റെ കൈകൾ പോലെ തന്നെ എന്റെ തലയും ഇപ്പോൾ പഴയതുപോലെ തന്നെ മാറി. പക്ഷെ ഇതെങ്ങനെയാ സംഭവിച്ചേ? അതെനിക്ക് മനസ്സിലായ കുട്ടികളെ. നിങ്ങൾ സൈസ് ഒറിജിനലിനെ ആ വെള്ളത്തിൽ കലക്കിയിട്ട് മാത്രം വർദ്ധിപ്പിച്ചു. പോപ്പട്ടെ, വാ നിന്നെയും പഴയതുപോലെ ആക്കാം. എടാ കഴുതേ, ഞാൻ പോപ്പട്ടാണ്. പോപ്പട്ട് പെൻഗ്വിനല്ല. എന്താ വരേച്ചാ, ഞാൻ അങ്ങയോട് പറഞ്ഞതല്ലേ അങ്ങയുടെ ഫോർമുല വർദ്ധിപ്പിക്കാനുള്ള ഐഡിയ എന്റെ കയ്യിലുണ്ടെന്ന്. ഇപ്പോഴെന്തായാലും സ്വിമ്മിംഗ് പൂൾ നിറയെ ഫോർമുല കിട്ടിയല്ലോ. വളരെ നന്ദിയുണ്ട് സണ്ണി. വരൂ, ഈ സന്തോഷത്തിന്റെ ഭാഗമായി ഞാൻ നിങ്ങളെല്ലാവരെയും ഒരു പുതിയ ഫോർമുല കാണിക്കാം. വേണ്ട.